ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ഞാനിവിടെ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ഇവിടുത്തെ ഏതൊക്കെ ആപ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഇൻഫോർമേഷൻസ് ആയിട്ട് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ബി നാവിഗേറ്റർ നമ്മുടെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ട്രെയിൻ ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ്. മെയിനായിട്ടുള്ള ഒരു ആപ്പാണ്. നമുക്ക് എവിടേക്ക് ട്രാവൽ ചെയ്യണമെങ്കിലും അത് വെച്ചിട്ട് നോക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഉള്ളതാണ് സെലൻഡോ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അതായത് ക്ലോത്ത്സ്, ഷൂസ്, ബാഗ്സ്, ആക്സസറീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്ത്യയിലെ പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് വൈസ്. അത് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു ആപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് പെട്ടെന്ന് വന്ന് വണ്ടി ലൈസൻസ്, ഡ്രൈവിംഗ് എല്ലാം ഒന്ന് ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ സ്കൂട്ടിക്ക് വേണ്ട ഒരു ആപ്പ് ഉണ്ട്. വോയ് എന്ന് പറയുന്ന ഒരു ആപ്പാണത്. അപ്പോൾ റെൻറ്റിംഗ് ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കിട്ടും. ആ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് റെൻറ്റിന് എടുക്കാൻ പറ്റും. അത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് വൈസ് ആണ്. സ്പ്ലിറ്റ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഗ്രോസറീസ് വാങ്ങുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്യേണ്ടി വരും, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് സ്പ്ലിറ്റ് വൈസ് എന്ന് പറയുന്ന ആപ്പ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഇൻ കേസ് നമ്മളിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തളർന്നാണ് വരുന്നത്, നമുക്ക് കിച്ചണിലൊന്നും കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരും. നാട്ടിലെ സ്വിഗ്ഗി, സൊമാറ്റോ പോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ആപ്പാണ് ലിഫിയറാണ്ടോ. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ആപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ആപ്പാണ് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ബൈ.